ഹായ് ഫ്രണ്ട്സ്. നമ്മളിന്ന് ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോകുന്നൊരു വ്ളോഗാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോണത്. ആക്ച്വലി ഞാനിപ്പോൾ ലൊക്കേഷനിലാണ്, ചട്ടുമ്പിപ്പാറ എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിലാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പോണത്. ഇന്ന് എനിക്ക് ബ്രേക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ബസ് കയറണം. അപ്പോൾ അതിനു വേണ്ടി ചെറിയൊരു ഇടവഴി കൂടിയാണ്, ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് ഒരു ഇടവഴി കൂടി വേണം പോകാൻ. കുറച്ചുണ്ട് നടക്കാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ തമ്പാനൂരിലോട്ടാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ തമ്പാനൂർ പോയി ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് പോകാൻ എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓട്ടോ പോണത് അതിൻ്റെ മറ്റേ പാലത്തിൻ്റെ അതുവരെ പോയുള്ളൂ. അതിനുശേഷം പോയില്ല, കാരണം ഒന്നാമത് ഫ്രൈഡേയും കൂടിയായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ടില്ല. പിന്നെ നടന്നു പോകാനാണ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉത്സവം നടക്കുന്ന സമയമാണിത്. ആ സമയത്ത് പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ 4-4:30 ആകുമ്പോഴാണ് എത്തിയത് തന്നെ. പിന്നെ ഈ സൈഡിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇതുണ്ടോ, ഈ ഒരു സൈഡ് ചുറ്റും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓരോരോ കച്ചവടക്കാർ, ഇങ്ങനെ മൈലാഞ്ചി, വാള, അതുപോലെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, അങ്ങനെ കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അപ്പോൾ ആദ്യം തന്നെ ഇത് അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ വരുമ്പോഴേക്കും സമയമാവുന്ന ലൈറ്റൊക്കെ ഓണാക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ നേരെ നടയിൽ തന്നെ കുറച്ച് ലെഫ്റ്റ് സൈഡ് തന്നെ ഒരു വലിയ ക്യൂ ആണ്. അതിൽ കൂടെ കയറിയിട്ട് വേണം പോകാൻ. ഇതുണ്ടോ, ഇത്രയും വലിയ ക്യൂ ആണ്. അതുകൊണ്ടോ അതിൻ്റെ അപ്പുറത്ത് ഒരു LED വാളും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ തൊഴുതിറങ്ങി. അപ്പോഴേക്കും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ദൈവങ്ങളുടെ കണ്ടു. പിന്നെ ഡിഫറെൻറ്റ് തരമായിട്ടുള്ള ദൈവത്തിൻ്റെ 3D പോലെ തോന്നിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ ഇതുപോലെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.